2 ബീറ്റ്റൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കുക്കറിലിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്ത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഓണാക്കിയിട്ട് ഇളക്കി കൊടുത്തൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 3-4 ഏലക്കായ കൂടെ ചേർത്ത് പൊടിച്ച് മാറ്റി വെക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ ആപ്പിൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റിച്ചെടുക്കണ്ട, ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണിയുടെ കൂടെയൊക്കെയാണ് ഇത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ മൂപ്പിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ബീട്രൂട്ട് സ്വീറ്റോടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ജാമിൻ്റെ കൂടെയൊക്കെ കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് അങ്ങനെയായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.